ഏഷ്യാനെറ്റ് ന്യൂസ് ടൈം അവസാനിക്കുന്നു. ഏഷ്യാനെറ്റിൽ ഇനി പരമ്പര ന്യൂസ് ചാനലിൽ ന്യൂസ് പ്ലസ് അല്പസമയത്തിനകം. ചുങ്കത്ത് പ്രിൻസ് ജ്വല്ലറി കൊല്ലം, കരുനാഗപ്പള്ളി, അങ്കമാലി. ചുങ്കത്ത് ഫാഷൻ ജ്വല്ലറി ചാലക്കുടി, കരാമ സെന്റർ, ദുബായ്. പിയാജിയോ ആപ്പേ, കൂടുതൽ അഭിമാനം, ഏറ്റവും കുറഞ്ഞ വില. LIC ഉണ്ടോ? ജീവിതം നിശ്ചിന്തം. Oxy Cash, the smart way to pay. Skoda Fabia, because you are special. Milma Bremiton. LG, one wise decision, complete happiness. Maruti Suzuki, India comes home in a Maruti Suzuki. SAS paper വാഴയില. Manorama online.com. മലബാർ ഗോൾഡ് അവതരിപ്പിക്കുന്നു എന്റെ മാനസപുത്രി. സമർപ്പിക്കുന്നത് മലബാർ ഗോൾഡ് BIS ഹോൾമാർക്ക് 916 പ്യൂർ ഗോൾഡ്. ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. മലബാർ ഗോൾഡിനോടൊപ്പം മോഹൻലാൽസ് ഡെയിലി ഡിലൈറ്റ് ഷോ 2008. ഈ ഒക്ടോബർ യൂറോപ്പിൽ മലയാള വസന്തമാണ്. ഭീമ ഗോൾഡ്, കാലം തെളിയിച്ച സത്യം, കറകളഞ്ഞ പരിശുദ്ധി. ഭീമ ഗോൾഡ്, പ്യുവർ ഗോൾഡ്. മണപ്പുറം ഗോൾഡ് ലോൺ നൽകുന്നു, നിങ്ങൾ ആഗ്രഹിച്ചതിനും കൂടുതൽ. സ്റ്റുഡൻസ് PG സെന്റർ, ഇരിങ്ങാലക്കുട. A college for management and technology under Mahatma Gandhi University. JJ Gardens Alapi, live with nature. ഒന്നാമതെത്താൻ, ഉയരങ്ങളിലെത്താൻ NCPT, the Global Fire and Safety Engineering Academy. Emmanuel Silks, the world's greatest wedding collection. കണ്ണന്തേവൻ സ്ട്രോങ് ടീ. മൺസൂൺ സൂപ്പർ സെയിൽ ഐഷയിൽ. ആരാ അമ്മ അവര്? അത് ഒരു അഡ്വക്കേറ്റാ. കൂടെയുള്ളത് മോളല്ലേ? നല്ല കുട്ടിയല്ലേ? കുറച്ച് ഗൗരവക്കാരാന്ന് തോന്നുന്നു രണ്ടാളും. അമ്മയുടെ ബന്ധുക്കളാ ആയിരിക്കും. അപ്പൊ പിന്നെ പാരമ്പര്യമായിട്ട് കുറച്ച് ഗൗരവം കാണുമല്ലോ. ആ കുട്ടിയുടെ പേരെന്താ? അഞ്ജലി. പഠിക്കാണോ? കോളേജിലാ? അറിയില്ല. അതെന്താ അറിയാത്തത്? നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കാനുള്ള ബന്ധം ഉണ്ടായിട്ടും. ആരുടെയും കുടുംബകാര്യങ്ങൾ ഞാൻ ചോദിക്കാറില്ല. എന്തിനാ ഇപ്പൊ ഇതൊക്കെ എടുത്തു വെച്ച്? അവരൊന്നും കഴിച്ചിട്ടില്ല എന്നല്ലേ പറഞ്ഞേ? പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കാം. വേണ്ട. എന്തായി കാണിച്ച്? കഴിക്കാതെ കിടന്നാ മതി. അതിന്റെ നാണക്കേട് നമുക്കല്ലേ? നമ്മുടെ ഗസ്റ്റുകൾ വിശന്ന് കിടക്കേ. നീ വലിയ അടുപ്പൊന്നും കാണിക്കണ്ട, പോയി കിടന്നോ. ഇതെന്തായി അമ്മയ്ക്ക്? അങ്ങനെ അവരെ അത്താഴപ്പട്ടിണി കിടാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മ പോയിക്കോ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഈ വാശിയൊക്കെ കേറി വരുന്നവരോട് കാണിക്കണോ? അങ്ങോട്ട് ചെന്ന് സംസാരിച്ചിരിക്കെ. ഇതൊക്കെ ഞാൻ ചെയ്തോളാം. വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. പോയി കിടന്നുറങ്ങാൻ നോക്ക്. ചെല്ല്. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. അമ്മേ, അവർക്ക് വെള്ളം എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ കൊടുത്തോളാം. ഞാൻ ആ കുട്ടിയുടെ അടുത്തൊന്ന് പോയിക്കോട്ടെ. എന്തിന്? വെറുതെ. എന്തെങ്കിലും സംസാരിച്ചില്ലെങ്കിൽ എന്ത് കരുതൂ? എന്ത് കരുതിയാലും കുഴപ്പമില്ല. ഒന്ന് പോന്നുണ്ടോ നീ? എല്ലാ നാശം കൂടി. ഞാൻ കിടക്കാൻ പോവാ. സോഫി, ഇവിടെ താഴെ മുറി കിടന്നാ മതി. അതെന്താ? ഞാൻ അമ്മയുടെ കൂടെ അല്ലേ കിടക്കുന്നത്? ഇന്നങ്ങനെ വേണ്ടെന്നാ പറഞ്ഞേ. ചെല്ല്. ചെല്ലാൻ.
പെട്ടെന്ന് നിനക്ക് ഉൾക്കൊള്ളാനാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് യു മസ്റ്റ് ഒബേ മീ. എല്ലായ്പ്പോഴും എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിലാവണമെന്നില്ല. ചില അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. ഒന്നുകൂടി നന്നായിട്ട് പറഞ്ഞാൽ ആ അഡ്ജസ്റ്റ്മെന്റ്സ് തന്നെയാണ് ജീവിതം. കൂടെ താമസിക്കുന്നവർ ബന്ധുക്കളാണോ പരിചയക്കാരാണോ എന്ന് ആളുകൾ ചോദിച്ചാ പറയണം. എന്തു പറയണം? സ്ഥിരമായിട്ട് ഫോൺ ചെയ്യുക, ആളുകൾ വിട്ട് മധ്യസ്ഥം നടത്തുക, എന്നിട്ട് ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ കയറി വരിക. ഞാൻ എന്തിനാ ഇതിനൊക്കെ? നമുക്ക് പോകാം. എവിടെങ്കിലും ഹോട്ടലിൽ മുറിയെടുത്താൽ മതിയെന്ന് ഞാൻ പറഞ്ഞല്ലേ. മോള് മുറി ചെന്നിരിക്കെ. പറയുന്ന അനുസരിക്കേ. ബുദ്ധിമുട്ടായില്ലേ? അതെ, എനിക്കറിയായിരുന്നു ഇങ്ങനെയായിരിക്കും സന്ധ്യയുടെ റിയാക്ഷൻ എന്ന്. എന്നിട്ട് എന്തിനു വന്നു? വേണ്ടെന്ന് അഞ്ജലി പറഞ്ഞല്ലേ? കുട്ടിത്തത്തിന്റെ ശാഠ്യമുണ്ട് അവൾക്ക് പല കാര്യത്തിലും. അതെല്ലാം അനുവദിച്ചു കൊടുക്കാൻ ഒരച്ഛന് സാധിക്കാറില്ലല്ലോ. എന്താ വരവിന്റെ ഉദ്ദേശം? +2 കഴിഞ്ഞു അഞ്ജലി. ഞാൻ അതല്ല ചോദിച്ച. ഞാൻ പറഞ്ഞു ഒന്ന് സന്ധ്യക്ക് ഉൾക്കൊള്ളാനാവില്ല. അതിന്റെ കാര്യമില്ല എനിക്ക്. സന്ധ്യ, നേരം വിളിച്ചിട്ട് സംസാരിക്കാം നമുക്ക്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പപ്പ ആദ്യം നന്നായി ഉറങ്ങും മോള്. ചെല്ലേ. അമ്മ എപ്പോഴാ എഴുന്നേറ്റത്? കുറച്ചു നേരമായി. എന്നെ വിളിക്കായിരുന്നില്ലേ? മാറിക്കെ, ഞാൻ ചെയ്തോളാം. വേണ്ട. അതെന്താ ഇന്ന് മാത്രം ഒരു പ്രത്യേകത? അങ്ങോട്ട് മാറമ്മേ. അവരെ എഴുന്നേറ്റോ? ഇല്ല. ഇന്നലെ അമ്മ എപ്പോഴാ ഉറങ്ങിയത്? ഇടയ്ക്ക് ഞാനൊന്ന് വന്ന് നോക്കിയിരുന്നു. എന്നിട്ട് അമ്മ ഉറക്കാൻ തോന്നിയോണ്ട് തിരിച്ചു പോന്നു. കുറെ നാളുകൾക്ക് ശേഷല്ലേ അമ്മയുടെ അടുത്തല്ലാതെ കിടക്കുന്ന. ഉറങ്ങിയിട്ടില്ല ഞാൻ. മലബാർ ഗോൾഡ് അവതരിപ്പിക്കുന്നു എന്റെ മാനസപുത്രി. ബീർബൽ എന്നൊരു ബുദ്ധിശാലി, ഭീമൻ എന്നൊരു ബലശാലി. രണ്ടാൾക്കും രണ്ട് ഗുണങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ. ഇതാ വന്നു പുതിയ ബ്രിട്ടാനിയ ടൈഗർ അയൺ സോറിൻ ഗുണത്തോടെ. കൂടുതൽ ശക്തി, കൂടുതൽ ബുദ്ധി വിത്ത് അയൺ സോർ. ടൈഗർ സോർ. Dream comes true in this life. Let us be together. Students